السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത് പുണ്യ സഫർ മാസം. ഈ സഫർ മാസത്തിലെ 3-ാമത്തെ പകലിലാണല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൂട്ടിയ എല്ലാ ദോഷങ്ങളെയും പൊരുത്തപ്പെട്ടു തരട്ടെ. നമ്മൾ ചെയ്ത എല്ലാ ഹസനാത്തുകളും ഒരു ചെറിയ ഹസനാത്താണെങ്കിൽ പോലും പടച്ചോൻ അതൊക്കെ കബൂലാക്കിയിട്ട് ഓൻ്റെ ആഷിഖ്യങ്ങളിൽ, ഓൻ്റെ മുഹബ്ബീങ്ങളിൽ, ഓൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബൂബീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ സ്വലാത്താണ്. ചെറിയ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ, സ്വതക്കകൾ ചെയ്യാൻ, ഒരുപാട് ആളുകളുടെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ, ഇങ്ങനെയൊക്കെ വല്ലാതെ ആഗ്രഹമുണ്ടല്ലേ. പക്ഷെ നമ്മളൊക്കെ പ്രശ്നം എന്താ? സമ്പത്തില്ല എന്നുള്ളതാണ്. നമുക്കതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എന്നുള്ളതാണല്ലേ. സാമ്പത്തിക സ്ഥിതിയുള്ളവരുണ്ട്, അവരൊക്കെ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ ചെയ്യുന്നില്ല. അതൊക്കെ അവരുടെ ഇഷ്ടം. എന്താണെങ്കിലും നമ്മുടെ ആഗ്രഹമാണ് ഇപ്പം നമ്മൾ പറഞ്ഞതല്ലേ. അള്ളാഹു നമുക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ച നൽകി, അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ, അതിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ, അതിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകട്ടെ. ആമീൻ. അതിനുള്ള ഈമാൻ ഒരു പ്രത്യേക ഈമാനാണല്ലേ. കാരണം കയ്യിൽ സമ്പത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ സഹായിക്കുക, വാരിക്കോരി കൊടുക്കുക എന്നുള്ളതൊക്കെ അള്ളാഹു ചെയ്യുന്നവർക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുള്ള ഭാഗ്യവും തൗഫീഖും കൊടുക്കട്ടെ. ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി നൽകി അതിൽ നിന്ന് ചെയ്യാനുള്ള ഈമാനും പടച്ചോ നൽകട്ടെ. ആമീൻ. എന്താണെങ്കിലും പറഞ്ഞു വരുന്നത്, ഈ പറയാൻ പോകുന്ന സ്വലാത്ത് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു വസ്തുവും ഇല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിൽ ഈ സ്വലാത്തിനെ ചൊല്ലട്ടെ, എന്നാൽ അത് അവനിക്ക് ധർമ്മമാകുന്നതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ ഒരു വിഷയം ദലായിലുൽ ഖൈറാത്തിൻ്റെ ശറഈൽ നമുക്ക് കാണാൻ കഴിയും. ആലോചിച്ച് നോക്കി. അപ്പോൾ എന്താണല്ലേ ഈ സ്വലാത്തിൻ്റെയൊക്കെ ഒരു പവർ. അത്രമേൽ നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്ത ഫലം ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഈ സ്വലാത്തിൻ്റെ ഒരു രഹസ്യങ്ങൾ എന്തായിരിക്കും? ഏതാണെങ്കിലും നീട്ടിപ്പരത്തി പറയല്ല, ജസ്റ്റ് സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വസ്വല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വസ്വല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലത്തെ സ്വലാത്തുകളൊക്കെ നിത്യമായിട്ട് ചൊല്ലാൻ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇതൊക്കെ ചൊല്ലിയാൽ നമുക്ക് വളരെയധികം കൂലിയാണ്, വളരെയധികം ഫലമാണ്. ഇൻഷാ അല്ലാഹ്. തഖബ്ബൽ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.